MVC എന്ന മലയാളം വായനാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം, സുസ്വാഗതം. എന്നാൽ ഇനി ജ്ഞാനപ്പാനയുടെ ബാക്കി ഭാഗം വായിക്കാം. എന്തിനിത്ര പറഞ്ഞു വിശേഷിച്ചും ചിന്തിച്ചിടുവിനാവോളമെല്ലാരും കർമ്മത്തിൻ്റെ വലിപ്പവും ഓരോരോ ജന്മങ്ങൾ പലതും കഴിഞ്ഞെന്നതും. അർത്ഥം: ആവോളം നന്നായി, കർമ്മത്തിൻ്റെ വലിപ്പം, പ്രവൃത്തിയുടെ ഗുണം, ജന്മങ്ങൾ പിറവികൾ. വ്യാഖ്യാനം: മനുഷ്യരുടെ ജീവിതാവസ്ഥയെപ്പറ്റി എന്തിനാണ് ഇത്ര വിശേഷിച്ച് പറഞ്ഞതെന്ന് നന്നായി ചിന്തിക്കുക. കാരണം കർമ്മത്തിൻ്റെ ഗതിക്ക് അനുസൃതമായാണ് നാം ജന്മങ്ങളിലൂടെ കടന്നു പോകുന്നതെന്ന് നന്നായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണത്. സാരാംശം: പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും എന്തിനാണ് ആവർത്തിച്ച് പറയുന്നതെന്ന സംശയം ഇവിടെ തോന്നാം. അതുമാത്രമല്ല, നമ്മുടെ വരേണ്യരായ പൂർവികർ വേദ ഇതിഹാസങ്ങളിലൂടെയും പുരാണ ഉപനിഷത്ത് കഥനങ്ങളിലൂടെയും എത്രയോ ഉപദേശങ്ങൾ നമുക്ക് നേരത്തെ തന്നെ തന്നിട്ടുണ്ട്. അതെല്ലാം ഉൾക്കൊണ്ടവരെല്ലാം നന്നായോ എന്നൊരു ചോദ്യം ഇവിടെ ഉണ്ടാവാം. അതിനുള്ള മറുപടിയും പ്രതികൂലമായിരിക്കുമല്ലോ. പ്രകാശമാനമായ പാത മനുഷ്യന് മുന്നിലുണ്ട്. എങ്കിലും പൊതുവെ മനുഷ്യർ ഇരുളിലേക്ക് മറയുന്നതായാണ് നമുക്ക് കാണാനാവുന്നത്. ഇതിന് പിന്നിലുള്ള പരമസത്യം എന്താണെന്ന വിചിന്തനത്തിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കാനാവും. പ്രധാനമായും 2 വസ്തുതകളാണ്. ശരീരവും മനസ്സും പിന്നെ ആത്മാവിൻ്റെ സാന്നിധ്യവുമുള്ള ഈ മനുഷ്യ ശരീരത്തിൽ പ്രത്യക്ഷത്തിൽ പ്രഥമ സ്ഥാനം വഹിക്കുന്നത് ശരീരമാണ്. അതിനാൽ ശാരീരിക തൃഷ്ണകളാണ് മനുഷ്യനിൽ മുറ്റി നിൽക്കുന്നത്. മനസ്സ് ചഞ്ചലമാണ്. അത് നാനാവിധത്തിലുള്ള പ്രപഞ്ചമോഹങ്ങൾക്ക് പിന്നാലെ ഓരോ ഞൊടിയിലും അലഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അത് നിയന്ത്രണാധീനമാക്കാൻ സാധാരണ മനുഷ്യന് സാധിക്കുന്നുമില്ല. ഈ നിലയിൽ ജ്ഞാനത്തിൻ്റെ പാതയിൽ നിന്നും പിന്തിരിഞ്ഞ് ശാരീരിക മോഹങ്ങളാകുന്ന മൃഗീയ വികാരങ്ങൾക്ക് പിന്നാലെ അലഞ്ഞ് മനുഷ്യൻ എന്നും മോക്ഷഗതിയിൽ നിന്നും വിമുഖത പാലിക്കേണ്ട ഒരു വൈതരണിയിൽ എത്തിച്ചേരുന്നു. ഈ അവസ്ഥ ഇല്ലാതാകണമെങ്കിൽ മനുഷ്യനെന്നാൽ അത് ശരീരമല്ലെന്നറിയുന്നതോടൊപ്പം തന്നെ പഞ്ചേന്ദ്രിയങ്ങളെ അടക്കാനുള്ള ശക്തിയും ആവശ്യമാണ്. ആ ശക്തി ജ്ഞാനത്തിലൂടെ മാത്രമേ ലഭ്യമാവുകയുള്ളൂ. ആ ജ്ഞാനം നേടണമെങ്കിൽ ഈശ്വരാനുഗ്രഹം വേണം. അതായത് ഈശ്വര സാന്നിധ്യം തന്നെ പരമജ്ഞാനം. ഒരു വ്യക്തി ഒരു ഉപദേശം നൽകുമ്പോൾ ഉപദേശിക്കുന്ന വ്യക്തിയേക്കാൾ അത് കേൾക്കുന്ന വ്യക്തിക്കാണ് പ്രാധാന്യം കൂടുതൽ. കാരണം ആ വ്യക്തിയാണ് അത് ഉൾക്കൊള്ളേണ്ടത് എന്നത് തന്നെ. അങ്ങനെ അത് ഉൾക്കൊള്ളണമെങ്കിൽ ഉപദേശിക്കുന്ന വ്യക്തിക്ക് സമാനമായ ജ്ഞാനം കേൾക്കുന്ന വ്യക്തിയിലും ഉണ്ടായിരിക്കണം. അതില്ലെങ്കിൽ പോത്തിൻ്റെ ചെവിയിൽ വേദം ഓതും പോലെ എന്ന മട്ടിൽ പറഞ്ഞതെല്ലാം വിഫലമായി തീരുകയേയുള്ളൂ. നമ്മുടെ ഭാരതീയ സംസ്കൃതി എന്നത് വളരെ വിപുലവും വിശാലവുമാണ്. എന്നാൽ ആ സംസ്കാരം സാമാന്യ ഭാരതീയന് കൈവരാതെ പോയത് ഈ ഒരു കുറവുകൊണ്ടാണെന്നത് സ്പഷ്ടം തന്നെ. പൂന്താനത്തെപ്പോലുള്ള ജ്ഞാനികൾ പറയുന്നത് മനസ്സിലാക്കാനുള്ള വിവേകം നാം ആർജിക്കണം. അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം അതിനുള്ള പരിശ്രമമെങ്കിലും ഉണ്ടാവണം. അതുകൊണ്ടാണ് പൂന്താനം ഇക്കാര്യം മനസ്സിലോർത്തതുപോലെ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നതിനാൽ എന്തു ഫലമാണുള്ളത് എന്ന നൈരാശ്യതയുള്ള ഒരാത്മകഥം പുറപ്പെടുവിക്കുന്നത്. അജ്ഞാനത്താൽ ഉണ്ടാകാനിരിക്കുന്ന മഹാവിപത്ത് സാധാരണക്കാർക്ക് മനസ്സിലാവുന്നില്ലെങ്കിലും അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. മാരകമായൊരു രോഗം ഒരു വ്യക്തിയിൽ ബാധിച്ചിട്ടും ആ വ്യക്തി അതറിയുന്നില്ലെങ്കിൽ പോലും ആ രോഗം മാരകം തന്നെയാണ്. അത് അതിൻ്റെ കാലുഷ്യം കാട്ടുക തന്നെ ചെയ്യും. ജ്ഞാനം നേടാൻ ഒരു യോഗവും നിയോഗവും ഉണ്ടാവണം. അന്വേഷണം അതിന് അതിപ്രധാനമാണ്. സത്യത്തിൽ സംശയങ്ങളിൽ നിന്നാണ് അറിവ് ജനിക്കുന്നത്. ഞാൻ ആരാണ് എന്നൊരു ചോദ്യം എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. തിരുവണ്ണാമലയിലെ മഹാജ്ഞാനിയായ ശ്രീ രമണ മഹർഷിയുമായി ബന്ധപ്പെട്ടൊരു കഥ ഈ അവസരത്തിൽ സ്മരണീയമാണ്. രമണ മഹർഷി ദൈവ ചൈതന്യത്തിൻ്റെ ആൾരൂപമാണല്ലോ. അതിനാൽ അദ്ദേഹത്തെ ഒന്ന് പരീക്ഷിക്കാനെന്നോണം ഒരു ഭക്തൻ ഈശ്വരൻ ആരാണ് എന്നൊരു ചോദ്യം അദ്ദേഹത്തോട് ഉന്നയിച്ചു. അതിന് അദ്ദേഹം ചോദ്യകർത്താവിനോട് നിങ്ങൾ ആരാണ് എന്ന് തിരിച്ചു ചോദിച്ചു. അദ്ദേഹം സ്വന്തം പേര് പറഞ്ഞു. അതിന് മഹർഷി അത് നിങ്ങളുടെ പേരല്ലേ, നിങ്ങളാരാണ് എന്ന് വീണ്ടും ചോദിച്ചു. അപ്പോൾ ആഗതൻ ഞാൻ കനകച്ചെട്ടിയാരുടെ മകനാണ് എന്ന് പറഞ്ഞു. അതിന് മഹർഷി നിങ്ങൾ നിങ്ങളുടെ അച്ഛൻ്റെ പേര് പറഞ്ഞു, പക്ഷേ നിങ്ങളാരെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് പ്രതിവചിച്ചു. തുടർന്ന് ആ വ്യക്തി സ്വന്തം ജാതിപ്പേര്, തറവാട്ട് പേര്, വംശാവലി എന്നിവയെല്ലാം പറഞ്ഞപ്പോഴും ഇപ്പോഴും നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ പറഞ്ഞില്ലല്ലോ എന്ന മഹർഷിയുടെ ചോദ്യം കേട്ട് വലഞ്ഞുപോയ ചോദ്യകർത്താവ് ഒടുവിൽ ഗത്യന്തരമില്ലാതെ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മഹർഷി നിങ്ങൾ ആരാണെന്നേ നിങ്ങൾക്കറിയില്ല, പിന്നെ നിങ്ങളെങ്ങനെ ദൈവത്തെ അറിയും എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. അതുപോലെ ജ്ഞാനം മനുഷ്യൻ്റെ മനസ്സിൽ ജനിക്കണം. അതില്ലെങ്കിൽ ഒരു ഏത് തരത്തിലുള്ള ഉപദേശവും ജലരേഖയായി തീരുകയേയുള്ളൂ.
കാലമിന്നു കലിയുഗമായതും ഭാരതഖണ്ഡത്തിൻ്റെ വലിപ്പവും അതിൽ വന്നു പിറന്നതും എത്ര നാൾ പഴുതേ തന്നെ പോയ പ്രകാരവും ആയുസിൻ്റെ പ്രമാണമില്ലാത്തതും ആരോഗ്യത്തോടിരിക്കുന്ന അവസ്ഥയും ഇന്നു നാമസങ്കീർത്തനം കൊണ്ടുടൻ വന്നുകൂടും പുരുഷാർത്ഥമെന്നതും ഇനിയുള്ള നരകഭയങ്ങളും ഇന്നു വേണ്ടും നിരൂപണമൊക്കെയും എന്തിനു വൃഥാ കാലം കളയുന്നു വൈകുണ്ഠത്തിനു പൊയ്ക്കൊള്ളുവിനെല്ലാരും. അർത്ഥം: കാലമിന്ന് ഈ കാലം, പഴുതേ ആവശ്യമില്ലാതെ, പ്രമാണമില്ലാത്തത്, അടിസ്ഥാനമില്ലാത്തത്. പുരുഷാർത്ഥം ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന പുരുഷാർത്ഥങ്ങൾ. നിരൂപണം ജ്ഞാനാന്വേഷണം. വൃഥ വെറുതെ. വ്യാഖ്യാനം: കലിയുഗത്തിലാണല്ലോ ഇപ്പോൾ നാം കഴിയുന്നത്. ഭാരതമെന്ന ഈ പുണ്യദേശത്തിൻ്റെ പ്രാധാന്യം വളരെ വലിപ്പമുള്ളതാണ്. പുണ്യഭൂമിയായ ഇവിടെ ജനിച്ചിട്ടും നമ്മുടെ ജന്മം ഉപയോഗമില്ലാതെ പാഴാക്കുകയാണ്. ഈ ദേശത്ത് താമസിക്കുന്ന മനുഷ്യന് എത്ര കാലം ജീവിച്ചിരിക്കാനുള്ള ആയുസ്സുണ്ടെന്ന് പറയാൻ കഴിയില്ല. ഇപ്പോൾ നാം, അതായത് മനുഷ്യർ, നല്ല ആരോഗ്യമുള്ളവരാണ്. ഭഗവാന്റെ തിരുനാമങ്ങൾ ഉച്ചരിക്കുന്നത് കൊണ്ട് പുരുഷാർത്ഥം ലഭിക്കുന്നു. സ്വർഗത്തിലെത്തിച്ചേരാനുള്ള മാർഗമായ ഇത്രയും അനുകൂലമായ സാഹചര്യം നാം ഉപയോഗിക്കണം. നരകത്തിലേക്ക് എത്തിച്ചേർന്നാൽ വളരെ ഭയങ്കരമായ കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരും. മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഇനിയെങ്കിലും വെറുതെ സമയം കളയാതെ ഭഗവത് നാമങ്ങൾ ഉച്ചരിച്ച് വൈകുണ്ഠത്തിലേക്ക് പ്രവേശിക്കാനുള്ള കർമ്മങ്ങൾ ചെയ്യുക. സാരാംശം: ഈ കാലം കലികാലമാണ്, അതായത് കലിയുഗം. നമ്മുടെ ഭാരതനാട് വളരെ മഹത്വമുള്ളതാണ്. അങ്ങനെയുള്ള പുണ്യഭൂമിയിൽ വന്നു ജനിച്ചിട്ടും നാം നമ്മുടെ ജന്മം പാഴാക്കിക്കളയുകയാണ്. എത്ര വലിയ പ്രയാസമുള്ള കാലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നതെങ്കിലും നമ്മുടെ മനസ്സിൽ ഒരിക്കലും നാം മറക്കാതിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്തെന്നാൽ മഹിതമായ ഭാരതഖണ്ഡത്തിലാണ് നാം ജനിച്ച് വളർന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതു തരത്തിലുള്ള പാപങ്ങളെയും നിർമ്മാർജ്ജനം ചെയ്യാനുള്ള നിത്യ ചൈതന്യം ഈ പുണ്യഭൂമിക്കുണ്ട്. നാം അറിയാതെയാണെങ്കിലും ആ ചൈതന്യം ഓരോ ഭാരതീയനിലും കുടികൊള്ളുന്നു. ഇതിൽ ജാതി മത വ്യത്യാസങ്ങൾ ഒന്നും തന്നെയില്ല. പാപം അകന്ന പരിശുദ്ധമായൊരു മനസ്സാണ് നമുക്ക് ആവശ്യം. ഏത് ആത്മീയ മാർഗവും അതുതന്നെയാണല്ലോ നിർദ്ദേശിക്കുന്നത്. അപ്പോൾ പിന്നെ ജാതി മത വ്യത്യാസങ്ങൾക്ക് എവിടെയാണ് സ്ഥാനം? നാം എല്ലാം ഭാരതീയരാണെന്നതിനാൽ തന്നെ മോക്ഷം നേടാൻ മറ്റേത് ജനസമൂഹത്തേക്കാൾ നമുക്ക് അർഹതയുണ്ടെന്നാണ് പൂന്താനം മേൽപ്പറഞ്ഞ വരികളിലൂടെ ചൂണ്ടിക്കാട്ടുന്നത്. മറ്റൊരു കാര്യം, കലിയുഗത്തിലാണ് നാം ജനിച്ചിരിക്കുന്നത് എന്നത്. അനേക പരീക്ഷണങ്ങളെ നേരിടേണ്ട യുഗത്തിൽ ജനിച്ചിട്ടും പരിശുദ്ധത കാത്തുപോരുക എന്നത് ഏറ്റവും വലിയ തപസ്യ തന്നെയാണ്. എന്നു തന്നെയല്ല ഈ യുഗത്തിൽ പിറക്കാനുള്ള നമ്മുടെ നിയോഗം എങ്ങനെയെന്നാൽ, മുൻ ജന്മങ്ങളിൽ ഏറെ പുണ്യം ചെയ്തിട്ടുള്ള ആത്മാക്കളെ വീണ്ടും ഒരു അഗ്നി പരീക്ഷണത്തിന് വിധേയരാക്കി ഏറ്റവും കൂടുതൽ സംശുദ്ധീകരിച്ചെടുത്ത് ഈശ്വരനിലേക്ക് ലയിപ്പിക്കാനാണ് ഭഗവാൻ നമുക്ക് കലിയുഗത്തിൽ തന്നെ ജന്മം നൽകിയിരിക്കുന്നത് എന്നർത്ഥം. ഇവിടെ സുപ്രസിദ്ധ തമിഴ് ആത്മീയ കവയത്രി ഔവ്വയാർ പറഞ്ഞൊരു കാര്യം സ്മരണീയമാണ്. മനുഷ്യനായി ജന്മമെടുക്കുന്നത് അപൂർവമാണ്. അതിലും അപൂർവം കൂനനായോ കുരുടനായോ ചെകിടനായോ ജനിക്കാതെ ഒരു വൈകല്യവുമില്ലാതെ പിറക്കുന്നതാണ്. അത്തരത്തിലുള്ള അന്യൂനമായ ജന്മം കിട്ടിയിട്ടും അതിനെല്ലാം കാരണമായ ഈശ്വരനെ നാം സ്മരിക്കാതിരിക്കുന്നതും സ്തുതിക്കാതിരിക്കുന്നതും എത്ര വലിയ തെറ്റാണ്! ഇതേപ്പറ്റി നാം മനസ്സിരുത്തി ചിന്തിക്കണം. ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട പരമപ്രധാനമായ വസ്തുത എന്തെന്നാൽ, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് സമയമാണ്. ആ സമയത്തെ നാം എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതാണ് ജീവിതത്തിനും പുരോഗതിക്കും സാക്ഷാൽ മോക്ഷത്തിനും കാരണമായി ഭവിക്കുന്നത്. ഇന്ന് ലഭിക്കുന്ന സമയം നാളെ ലഭിക്കണമെന്നില്ല. സമയത്തെ ഏറ്റവും പ്രയോജനപ്രദമാക്കി തീർക്കുന്നത് ഈശ്വര സാന്നിധ്യമാണ്. ഈശ്വരനിലേക്ക് സർവവും അർപ്പിക്കുമ്പോൾ എല്ലാം നമുക്ക് സ്വയമേവ വന്നു ചേരുന്നു. ഇപ്പറഞ്ഞതുകൊണ്ട് വെറുതെ നാമം ജപിച്ച് കാലം കളയണമെന്ന് അർത്ഥമാക്കുന്നില്ല. നാമജപത്തിലൂടെ ഉറച്ച മനസ്സ് എത്ര വലിയ അധ്വാനവും ചെയ്യാൻ പ്രാപ്തമാകുന്നു. ഉറച്ച മനസ്സിൻ്റെ ഉടമയ്ക്ക് ശക്തമായ ശരീരവും ഉണ്ടാവുകയുള്ളൂ.
തന്നെയുമല്ല, ഏതു തരത്തിലുള്ള പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാനുള്ള മനസ്ഥൈര്യവും ശാരീരിക ശേഷിയും ഒന്നു ചേരുമ്പോൾ എല്ലാം തന്നെ നമ്മുടെ ചൊൽപ്പടിയിലാകുമെന്ന് സംശയമേതുമില്ലല്ലോ. ധർമാർത്ഥ കാമ മോക്ഷങ്ങളാണ് പുരുഷാർത്ഥങ്ങളെന്ന് ഏവർക്കും അറിയാമല്ലോ. നാമജപത്താൽ അതെല്ലാം തന്നെ നേടാനാവുമെന്ന് പൂന്താനം പറഞ്ഞതിൻ്റെ പൊരുളും മേൽ പറഞ്ഞത് തന്നെയാണ്. ഐശ്വര്യം ഈശ്വര സാന്നിധ്യത്തിലൂടെ ലഭ്യമാകുന്നു. ആ ഐശ്വര്യമാണ് ചതുർമാർഗത്തിനും ഹേതുവായി തീരുന്നത്. ഐശ്വര്യം ഉണ്ടെങ്കിലേ നമുക്ക് ധർമ്മവും അർത്ഥവും കാമവും മോക്ഷവും സിദ്ധിക്കുന്നുള്ളൂ. ഐശ്വര്യം എന്നതുകൊണ്ട് ധനം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. സർവ്വവിധത്തിലുള്ള നിറവും ഒരു മനുഷ്യനിലുണ്ടെങ്കിൽ ആ വ്യക്തി ഐശ്വര്യവാനാണ്. അങ്ങനെയുള്ളവർക്കേ മേൽപ്പറഞ്ഞ 4 ഗതികളും സിദ്ധിക്കുന്നുള്ളൂ. അതിനാൽ സമയത്തെ യഥാവിധം പ്രയോജനപ്പെടുത്താൻ കവി ഓർമ്മിപ്പിക്കുന്നു. ഇത് മോക്ഷത്തിന് മാത്രമല്ല, സാധാരണ ജീവിതത്തിൽ പോലും നമുക്ക് അനുഭവവേദ്യമാകും. നല്ല സന്ദർഭങ്ങൾ പാഴാക്കി കളഞ്ഞാൽ പിന്നീടത് ലഭിക്കുക എന്നത് ക്ഷിപ്രസാധ്യമല്ല. ഈ പ്രായോഗിക ജീവിത വീക്ഷണം ഒരു പാഠമായി സ്വീകരിച്ചുകൊണ്ട് ഏറ്റവും ഉന്നതമായ മോക്ഷപ്രാപ്തിക്കായി നാം യത്നിക്കേണ്ടതാണ്. നല്ല ആരോഗ്യത്തോടെയും എല്ലാ സൗഭാഗ്യങ്ങളോടുകൂടിയും ജീവിക്കുമ്പോൾ മനുഷ്യൻ സ്വയം മറന്നു പോകുന്നു. ഇതെല്ലാം എൻ്റെ മിടുക്കുകൊണ്ട് നേടിയതാണെന്ന ധാരണ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ മിക്കവരിലും ജനിക്കുന്നു. തോന്നിയതുപോലെ ജീവിക്കുന്ന ഒരു പ്രവണത ഇതിലൂടെ സംജാതമാകുന്നു. ഈശ്വരനെ പാടെ വിസ്മരിക്കുന്നു. കടന്നുവന്ന വഴികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ എൻ്റെ സമയം വളരെ സമർത്ഥമായും നന്നായി അധ്വാനിച്ചും ഉപയോഗിച്ചതുകൊണ്ടാണ് എനിക്ക് ഈ ഉയർന്ന നില ഉണ്ടായതെന്ന് പൊതുവിൽ കരുതുന്നു. ഇത് തീർത്തും തെറ്റായ സമീപനമാണ്. ഒരു മനുഷ്യൻ എത്ര ചാതുര്യത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്താലും എന്ത് അത്യധ്വാനം ചെയ്താലും സമയം അനുകൂലമല്ലെങ്കിൽ അല്ലെങ്കിൽ ഈശ്വരാനുകൂല്യമില്ലെങ്കിൽ ഒന്നും സാധിക്കുകയില്ല. സൂര്യൻ ഉദിച്ചാലേ പ്രപഞ്ചം സജീവമാകൂ. ആകയാൽ ഒന്നും തന്നെ നമ്മുടെ നിയന്ത്രണത്തിലല്ലെന്ന് മനസ്സിലാക്കിയാൽ ഇതിന് പിന്നിലെല്ലാം പ്രവർത്തിക്കുന്നത് മറ്റൊരു ശക്തിയാണെന്ന് വ്യക്തമാകും. എന്തിനധികം നമ്മുടെ ഉള്ളിലുള്ള ജീവശ്വാസത്തിൻ്റെ നിയന്ത്രണം നമ്മുടെ പക്കലല്ലല്ലോ. അതെപ്പോൾ വേണമെങ്കിലും നിശ്ചലമാകാം. അതോടെ ജീവിതവും കഴിഞ്ഞു. അതിനാൽ ഉള്ള സമയം ഈശ്വര ചിന്തയുടെ മോക്ഷപ്രാപ്തിക്ക് കാരണമാക്കി തീർക്കുന്നതാണ് ജ്ഞാനലക്ഷണം. സമകാലിക ജീവിതത്തിൽ ധനത്തിൻ്റെ പ്രാധാന്യം മറന്നുകൊണ്ടാണോ പൂന്താനം ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പലർക്കും സംശയം തോന്നാം. ഇന്നുള്ളതുപോലെ തന്നെ പണത്തിന് പൂന്താനത്തിൻ്റെ കാലത്തും പ്രാധാന്യമുണ്ടായിരുന്നു എന്നു തന്നെയല്ല, പൗരാണിക കാലത്തുള്ളവർ പോലും പണത്തിനുള്ള പ്രാധാന്യം നിഷേധിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് സർവേ ഗുണേ കാഞ്ചനമാശ്രയന്തി എന്ന ചൊല്ലുണ്ടായത്. അതായത്, ഒരു വ്യക്തി തീർത്തും അക്ഷരശൂന്യനായാൽ പോലും പണമുണ്ടെങ്കിൽ ആദരണീയനായിത്തീരും. എന്നാൽ ഈ ധനം ഒരു വ്യക്തിയിൽ വന്നു ചേരുന്നതും ദൈവനിയോഗം തന്നെ. അന്യായമായ വഴിയിൽ പലരും പണം നേടാറുണ്ട്. എന്നാൽ അതൊരിക്കലും അവർക്ക് യഥാർത്ഥ സുഖം നൽകാറുമില്ല. ധനം ഒരു വ്യക്തിയിൽ ശാശ്വതമായിരിക്കാൻ ദൈവാനുഗ്രഹം കൂടിയേ തീരൂ. നാം എത്രത്തോളം അധ്വാനിക്കുന്നോ അതിനനുസരിച്ചുള്ള വരുമാനമാണ് നമുക്കുണ്ടാവുന്നത് എന്നതുപോലെ എത്രമാത്രം ദൈവത്തോടടുക്കുന്നോ അതിനനുസൃതമായുള്ള ഐശ്വര്യവും നമുക്ക് ലഭ്യമാകും എന്നത് വ്യക്തം. സമയത്തെ ഏറ്റവും നന്നായി ചെലവഴിക്കാനാവുന്നത് ദൈവിക സമർപ്പണങ്ങളിലാണ്. ഇക്കാര്യം അറിഞ്ഞ് പ്രവർത്തനനിരതനാകുന്ന മനുഷ്യന് ജീവിതത്തിൽ ഒരിക്കലും യാതൊരു തരത്തിലുള്ള ക്ലേശങ്ങളും അനുഭവിക്കേണ്ടി വരില്ലെന്നത് സ്പഷ്ടം. സമയത്തെ എങ്ങനെ വേണമെങ്കിലും ചെലവഴിക്കാവുന്നതാണ്. അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗപ്പെടുത്താതിരിക്കാനാണ് ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. നാം ഒരു വഴിയാത്ര പോവുകയാണെങ്കിൽ തെരുവിലുടനീളം വൃത്തികെട്ട വാക്കുകൾ സംസാരിക്കുന്ന എത്ര പേരെ വേണമെങ്കിലും കാണാനാവും. എന്നാൽ ഈശ്വരനാമം ഉരുവിട്ടുകൊണ്ട് പോകുന്ന ആരെയെങ്കിലും കാണാൻ സാധിക്കുമോ? അങ്ങനെ ആരെങ്കിലും ഭഗവത് നാമങ്ങൾ ഉരുവിട്ടുകൊണ്ട് പോവുകയാണെങ്കിൽ ആ വ്യക്തി ഒരു നിശൂന്യനായാണ് പലരും കരുതുന്നത്. സത്യത്തിൽ ചീത്ത വാക്കുകളിലല്ലേ നാം ലജ്ജിക്കേണ്ടത്? അതിനു പകരം പൊതുസ്ഥലത്ത് ദൈവവാക്കുകൾ ഉരുവിടുന്നവരെ വെറും ബുദ്ധിശൂന്യരായും ഭ്രാന്തന്മാരായും കരുതുന്നു. ഇത് കലിയുഗമാണെന്നതിന് ഏറ്റവും വലിയ ദൃഷ്ടാന്തം ഇതുതന്നെ. ചീത്ത വാക്കുകൾക്കും ചീത്ത കർമ്മങ്ങൾക്കുമായി സമയം വിനിയോഗിക്കുന്നതിലൂടെ നാം നരകം നേടും. നല്ല കർമ്മങ്ങളും നല്ല വാക്കുകളും നമ്മെ വൈകുണ്ഠത്തിലേക്ക് ആനയിക്കുന്നു. ഇത് കലികാലമായതിനാൽ ബഹുഭൂരിപക്ഷം ആളുകളും ചീത്തതിനെ ആഗ്രഹിക്കുന്നു. ഈ ദുർബുദ്ധി മാറ്റി നന്മയിലേക്ക് നമ്മെ നയിക്കാനാണ് പൂന്താനം ജ്ഞാനപ്പാനയിലൂടെ ഉപദേശിക്കുന്നത്. കൂടിയല്ല പിറക്കുന്ന നേരത്ത്, കൂടിയല്ല മരിക്കുന്ന നേരത്ത്,
നേരത്ത് മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃഥാ. മധ്യേ ഇടയ്ക്ക്. വ്യാഖ്യാനം: നമ്മുടെ ജന്മസമയത്ത് ആരും കൂടെ ഉണ്ടാകില്ല. അതുപോലെ തന്നെ മരണസമയത്തും കൂടെ ആരും കാണില്ല. ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള സമയത്ത് മാത്രമാണ് ഈ കാണുന്ന ബന്ധങ്ങളെല്ലാം ഉള്ളത്. ഈ ചെറിയ സമയത്തുള്ള ജീവിതത്തിൽ എന്തിനാണ് നാം വെറുതെ മത്സരങ്ങളിൽ ഏർപ്പെടുന്നത്? സാരാംശം: ഒരു വ്യക്തി ജനിക്കുമ്പോൾ ആരും കൂടെ ഉണ്ടാകുന്നില്ല. മരണനേരത്ത് ആരും കൂടെ പോകുന്നുമില്ല. ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള അല്പകാലത്താണ് ബന്ധങ്ങളെല്ലാം ഉണ്ടാകുന്നതും അതുവരെയാണ് നിലനിൽക്കുന്നതും. അതിനിടയിൽ നാം എന്തിനാണ് വെറുതെ തമ്മിൽ മത്സരിച്ച് വെറുതെ മനസ്സ് വിഷമിപ്പിക്കുന്നത്? മനുഷ്യബന്ധങ്ങളെല്ലാം തന്നെ ഉണ്ടായത് നാം ഭൂമിയിൽ വന്നതിന് ശേഷമാണ്. എന്നാൽ നാം ഭൂമിയിൽ വരാനുള്ള കാരണം ദൈവനിയോഗമാണ്. അതിനായി ആദ്യം നാം ദൈവത്തോടാണ് നന്ദി പറയേണ്ടത്. മാത്രമല്ല, ദൈവികമായ കാര്യങ്ങളായിരിക്കണം എപ്പോഴും നമ്മുടെ മനസ്സിൽ നിറഞ്ഞിരിക്കേണ്ടത്. അതിന് പകരം ക്ഷണിക മാനുഷിക വികാരങ്ങൾക്ക് അടിമപ്പെട്ട് മനുഷ്യൻ ദൈവവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ അനുനിമിഷം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിനടിസ്ഥാനം മാനുഷികമായ ദുർവികാരങ്ങളാണ്. പക്ഷേ ഇത്തിരി നേരമേ ആർക്കും ഭൂമിയിൽ ആയുസുള്ളൂ എന്ന കാര്യം സർവരും വിസ്മരിക്കുന്നു. അതിനിടയിൽ അത്യാഗ്രഹവും സ്വാർത്ഥതയും കുശുമ്പും കുന്നായ്മയും അങ്ങനെ അനേക തരത്തിലുള്ള ദുഷിച്ച വികാരങ്ങളാൽ നാം സർവരോടും മത്സരിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിൽ വല്ല അർത്ഥവുമുണ്ടോ? ഒടുവിൽ ഒന്നും കൊണ്ടുപോകാതെ നാം മാഞ്ഞു പോവുകയും ചെയ്യുന്നു. അതിനാൽ മനസ്സും ശരീരവും ആരോഗ്യകരമായിരിക്കാൻ എല്ലാവരോടും സ്നേഹ ബഹുമാനങ്ങളോടെയും സഹവർത്തിത്വത്തിലൂടെയും ജീവിക്കുകയാണ് വേണ്ടത്. എത്ര സുദൃഢമായ ബന്ധങ്ങൾക്ക് നാം ഭൂമിയിൽ വളർത്തിയെടുത്താലും അല്പകാലത്തിനുള്ളിൽ അതെല്ലാം വിട്ട് ഇവിടെ നിന്ന് പോകേണ്ടി വരും. ഈ ബന്ധങ്ങൾ ഉപേക്ഷിക്കാനുള്ള താല്പര്യം തെല്ലും തന്നെ നമുക്കില്ലെങ്കിലും നിർബന്ധപൂർവം അതെല്ലാം നമ്മളിൽ നിന്നും എടുത്തു മാറ്റപ്പെടുന്നു. ഈ ശക്തി ഏതാണ്? അത് നമുക്ക് ജന്മം തന്ന ശക്തിയല്ലാതെ മറ്റെന്താണ്? എന്നാൽ ഇക്കാര്യങ്ങളും ആരും ഓർക്കുന്നില്ല. എല്ലാവരും അല്പനേരമുള്ള ജീവിതം ശാശ്വതമെന്ന നിലയിൽ മതിച്ചും മത്സരിച്ചും കഴിയുന്നു. എത്ര സഹതാപാർഹമായ ദയനീയ അവസ്ഥയാണ് ഇത്! ഒരു മനുഷ്യൻ പരമാവധി എത്ര കാലം ജീവിച്ചിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും അത്യപൂർവമായി ലഭിച്ച ഈ മനുഷ്യജന്മത്തിൻ്റെ മഹത്വം എന്തെന്ന് ആരും മനസ്സിലാക്കുന്നില്ല. നമുക്ക് ഒരു നല്ല അവസരം കിട്ടുമ്പോൾ അത് നല്ല നിലയിൽ പ്രയോജനപ്പെടുത്തുന്നതാണ് ബുദ്ധി. വിവേകമുള്ള മനുഷ്യൻ അങ്ങനെയേ പ്രവർത്തിക്കൂ. എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്താണ്? ജീവിച്ചിരിക്കുന്ന കാലത്ത് സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കായി സഹജീവികളെ പരമാവധി ദ്രോഹിച്ച് സ്വന്തം കാര്യം എങ്ങനെയും നേടി പരമാവധി ഭൗതിക സുഖം അനുഭവിക്കാമെന്ന വ്യാമോഹത്തിൽ ഓരോ മനുഷ്യനും അന്ധമായ ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനല്ലെങ്കിൽ എൻ്റെ പിൻഗാമികൾ അനുഭവിക്കട്ടെ എന്ന നിലയിൽ ഏത് ദുഷിച്ച പ്രവർത്തനങ്ങളിലൂടെയും ഭൗതിക സമ്പത്ത് കൈക്കലാക്കാൻ ആഗ്രഹിക്കുന്നു. ഈ വ്യക്തി മരിച്ചു പോയതിനു ശേഷം ആ സമ്പത്ത് മക്കൾ അനുഭവിച്ചാൽ അതിൻ്റെ സുഖം എങ്ങനെ പ്രസ്തുത വ്യക്തിക്ക് ലഭിക്കും? തന്നെയുമല്ല, ബന്ധങ്ങൾ എന്നത് ശാരീരികമായി ആവിർഭവിച്ചതായതിനാൽ ആത്മാവിന് പിതൃപുത്ര ബന്ധങ്ങളോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഭൗതിക ബന്ധങ്ങളോ ഇല്ല. ഇങ്ങനെ ഈശ്വരാനുഗ്രഹത്താൽ നമുക്ക് ലഭിച്ച അല്പമായ മനുഷ്യായുസ് അത്യാഗ്രഹത്താൽ കലുഷിതമായ മനസ്സും പേറി ജീവിച്ച് വ്യർത്ഥമാക്കി തീർക്കുന്ന മനുഷ്യൻ എത്ര നിർഭാഗ്യവാനാണ്! ആയതിനാൽ നാം എല്ലാം അല്പകാലമേ ചേർന്നിരിക്കുന്നുള്ളൂ എന്ന സത്യം മനസ്സിലാക്കി പരസ്പര സ്നേഹ സൗഹാർദ്ദങ്ങളോടെ ജീവിക്കാനാണ് മനുഷ്യൻ യത്നിക്കേണ്ടത്. ജനന മരണങ്ങൾക്കിടയിലെ ആയുഷ്കാലം നിർമ്മലവും പ്രശാന്തവുമായ നിലയിലേക്ക് ഉയർത്തണം. അതല്ലെങ്കിൽ ജീവിതം വ്യർത്ഥം തന്നെ. സ്വർഗം പോലെ ലഭിച്ച ജീവിത നിമിഷങ്ങൾ നരകമയമാക്കി തീർക്കുന്നതും മനുഷ്യൻ്റെ കുടില ചിന്തകളാണ്. മറ്റുള്ളവരുമായി മത്സരിക്കാൻ ശ്രമിക്കുന്നതിലൂടെ നാം നമ്മുടെ മനസമാധാനം ഇല്ലാതാക്കുന്നു. അതിൽ നാം ജയിച്ചാലും പരാജയപ്പെട്ടാലും നേടുന്നത് ജന്മാന്തരങ്ങളിലൂടെയുള്ള നിത്യ നരകം മാത്രം. സമൂഹത്തിൽ ഒരു വ്യക്തി സ്വാർത്ഥനായി തീരുമ്പോൾ അപരനും സ്വാർത്ഥനായി മാറുന്നു. കാരണം ആ വ്യക്തിക്കും ജീവിതത്തിൽ പിടിച്ചു നിൽക്കേണ്ട ആവശ്യമുണ്ടല്ലോ. എന്നാൽ വിട്ടുകൊടുക്കുന്ന മനസ്ഥിതി നമുക്കുണ്ടെങ്കിൽ മറ്റുള്ളവരും അങ്ങനെയൊരു ഹൃദയ വിശാലത കാണിക്കാനുള്ള സാധ്യത വളരെ ഏറെയാണ്. നാം നന്മ ചെയ്തിട്ടും നമ്മുടെ സഹജീവികൾ നമുക്ക് ഉപദ്രവമാണ് നൽകുന്നതെങ്കിൽ പോലും അത് ക്ഷമിക്കുകയും കുറഞ്ഞ പക്ഷം അതേപടി പ്രതികരിക്കാതിരിക്കുകയും ചെയ്താൽ പോലും ലോകക്ഷേമം കാത്തു സൂക്ഷിക്കപ്പെടും എന്നതിൽ സംശയമില്ല.
ഒരു കവിളത്തടിച്ചാൽ മറ്റേ കവിളും കാണിച്ചു കൊടുക്കണം എന്ന ചൊല്ല് സഹനത്തിൻ്റെ മൂർത്തിഭാവത്തെയാണ് എടുത്തു കാണിക്കുന്നത്. എവിടെ സദ്ഗുണങ്ങളുണ്ടോ അവിടെ ഈശ്വരൻ വസിക്കുന്നു എന്നത് വ്യക്തം. അതിന് പ്രത്യേകിച്ചൊരു മതത്തിൻ്റെയോ ജാതിയുടെയോ പുറമോടി ആവശ്യമില്ല തന്നെ. ഈ ഭൂമിയിലുള്ള എല്ലാം എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്ന സമഭാവനാ സിദ്ധാന്തം മനുഷ്യ മനസ്സിൽ എപ്പോഴും നിറഞ്ഞിരിക്കണം. അതിന് ഞാൻ നീ എന്ന വ്യത്യാസം ഇല്ലാതാവണം. അപ്പോൾ നാം ഈശ്വരനെ അറിയുന്നു, ജീവിതം എത്രയോ തുച്ഛമെന്നത് മനസ്സിലാക്കുന്നു. ഈ ചിന്തകളാണ് ജീവിതത്തിൻ്റെ ശാശ്വത ഐശ്വര്യവും നേട്ടവും. ഇത് രണ്ടും ഇല്ലെന്നതാണ് ഇന്നത്തെ എല്ലാ സാമൂഹിക പ്രശ്നങ്ങൾക്കും കാരണമെന്നും കവി മേലുദ്ധരിച്ച വരികളിലൂടെ പ്രതിപാദിക്കുന്നു. അർത്ഥമോ പുരുഷാർത്ഥമിരിക്കവേ അർത്ഥത്തിനു കൊതിക്കുന്നതെന്തു നാം. മധ്യാനാർക്ക പ്രകാശമിരിക്കവേ ഖദ്യോതത്തെയോ മാനിച്ചു കൊള്ളേണ്ടു. ഖദ്യോതം മിന്നാമിനുങ്ങ്, അർത്ഥം സാരം, മധ്യാഹ്നാർക്കൻ ഉച്ചസൂര്യൻ. വ്യാഖ്യാനം: മോക്ഷം എന്നത് പുരുഷാർത്ഥം ആകയാൽ പിന്നെ എന്തിനാണ് തികച്ചും ഭൗതികമായ ധനത്തിന്, അതായത് അർത്ഥത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നത്? മധ്യാഹ്നവേളയിലെ സൂര്യൻ, അതായത് അർക്കൻ്റെ പ്രകാശത്തിൻ്റെ വെളിച്ചത്തിൽ ഖദ്യോതം, അതായത് മിന്നാമിനുങ്ങിൻ്റെ പ്രകാശത്തെ ആരും ശ്രദ്ധിക്കാറില്ല. വ്യാഖ്യാനം: അല്പജ്ഞനായ മനുഷ്യന് എപ്പോഴും അല്പമായ ആഗ്രഹങ്ങളാണ് ഉണ്ടായിരിക്കുക. ഓരോ വ്യക്തിയും അവരവരുടെ അറിവിനനുസരിച്ചുള്ള ആഗ്രഹങ്ങളുമായി കഴിയുന്നു. ഇവിടെ പൂന്താനം പറയുന്നത് എന്തെന്നാൽ പുരുഷാർത്ഥങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം മോക്ഷമാണ്. ധർമ്മം, അർത്ഥം, കാമം ഇവയ്ക്ക് ശേഷമാണ് മോക്ഷം പറഞ്ഞിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ധാർമ്മികമായ ഒരു സദാചാര ജീവിതം നമുക്കുണ്ടായിരിക്കണം. നന്നായി ജീവിക്കാനുള്ള ധനവും നേടണം. അതിലുപരി വിദ്യയാകുന്ന അർത്ഥവും ആർജിക്കണം. കാമം എന്നത് ഐഹിക കാമ്യങ്ങളെക്കാൾ ഉപരി ദൈവിക കാമം തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതെല്ലാം നേടിക്കഴിഞ്ഞാൽ മോക്ഷപ്രാപ്തി സുലഭവുമാണ്. ഈ വസ്തുത മനസ്സിലാക്കാതെ ഇന്നത്തെ മനുഷ്യൻ പണത്തിൽ മാത്രം ആഗ്രഹമുള്ളവനായി കാണപ്പെടുന്നു. അതെന്തുകൊണ്ടെന്നാൽ അങ്ങനെ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ അറിവും ആ വിധത്തിൽ ശുഷ്കമാണെന്നർത്ഥം. ഈ അവസ്ഥയിൽ നിന്നും ജ്ഞാനത്തിലേക്ക് എത്തിയാൽ എന്താണ് നമുക്ക് പരമപ്രധാനമായി ആവശ്യമെന്ന് മനസ്സിലാക്കാനാവും. ഓരോരുത്തരും അവരവരുടെ നിലവാരത്തിനനുസരിച്ച് കാര്യങ്ങളെ കാണുന്നു. നിങ്ങൾക്ക് ഏറ്റവും പ്രധാനം എന്തെന്നൊരു ചോദ്യം ഉന്നയിച്ചാൽ പലതരത്തിലുള്ള ഉത്തരങ്ങളായിരിക്കും ലഭിക്കുക. മനുഷ്യൻ്റെ ലക്ഷ്യങ്ങൾ പലതാണെങ്കിലും എല്ലാവരും ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്നത് സമാധാനപരമായ ജീവിതവും ജീവിതാനന്തര മുക്തിയുമാണ്. അങ്ങനെ വരുമ്പോൾ ഇടയിലുണ്ടാകുന്ന ഇഷ്ടങ്ങളെല്ലാം തന്നെ താൽക്കാലികമാണെന്ന് തിരിച്ചറിയാനാവും. അതായത് ഒരു പ്രത്യേക സാധനത്തിനോടോ ഒരു വ്യക്തിയോടോ നമുക്കുണ്ടാകുന്ന ഇഷ്ടം എന്നത് ചിരകാലം നിലനിന്നാലും അതൊരിക്കലും ശാശ്വതമായിരിക്കില്ല. ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭക്ഷണ പദാർത്ഥത്തോട് നമുക്കൊരു താല്പര്യം തോന്നുന്നു എന്നിരിക്കട്ടെ. എന്നാൽ ജീവിതത്തിൽ ഏതു സമയത്തും അതേ താല്പര്യം ഉണ്ടാവുകയില്ലെന്നത് വ്യക്തം. ആ ആഹാരത്തിൻ്റെ ഗുണവും രുചിയും ഒരേ രീതിയിൽ തന്നെ ഇരുന്നാലും ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുകയും മറ്റു സമയത്ത് നമുക്ക് ഇരിക്കുന്നതും എന്തുകൊണ്ട്? നമ്മുടെ ഇഷ്ടമെന്നത് സ്ഥിരമല്ല. അത് വെറുമൊരു താൽക്കാലിക മാനസിക അഭിവാഞ്ച മാത്രം. എന്നാൽ മനുഷ്യൻ്റെ ശാശ്വതമായൊരു ഇഷ്ടമെന്നത് സത്യത്തിലേക്കുള്ള ദൈവത്തിലേക്കുള്ള ലയനമാണ്. അതുതന്നെയാണ് മോക്ഷം. അങ്ങനെയുള്ള അതിമഹത്തായ ഒരു ലക്ഷ്യം നമുക്കിരിക്കെ എന്തിനാണ് ക്ഷണികമായതും വ്യാമോഹിപ്പിക്കുന്നതുമായ താൽക്കാലിക ഇഷ്ടങ്ങൾക്ക് പിന്നാലെ അലയുന്നതെന്നതാണ് ആശ്ചര്യകരമായ കാര്യം. ദൈനംദിന ജീവിതത്തിൽ അനേക വിഷയങ്ങളുണ്ട്. ധർമ്മമെന്ന വാക്കിന് തെറ്റായ ഒരു അർത്ഥമേയില്ല. മധ്യാഹ്ന സൂര്യൻ്റെ നിറഞ്ഞ പ്രഭാപൂരം അനുഭവിക്കേണ്ടവർ മിന്നാമിനുങ്ങിൻ്റെ പ്രകാശത്തെ തേടി പോകുന്നത് എന്തിനാണ്? ഇത് വെറും ബുദ്ധിശൂന്യതയല്ലേ? ധനം എന്നത് വെറും താൽക്കാലിക സുഖങ്ങൾ മാത്രമേ നൽകൂ. എന്നാൽ സാമാന്യ മനുഷ്യൻ അതിന് പിന്നാലെ അലയുന്നതിനുള്ള കാരണം മനുഷ്യൻ്റെ ജ്ഞാനം വർദ്ധിച്ചിട്ടില്ല എന്നത് തന്നെ. നമ്മുടെ കണ്ണുകൾക്ക് ഒരു പരിധി വരേക്കുമേ കാണാനാവൂ. എന്നാൽ അതിനപ്പുറവും ഒരു ലോകമുണ്ടെന്നത് സത്യമാണല്ലോ. ആരെങ്കിലും എൻ്റെ കണ്ണിൻ്റെ പരിധിയിൽ കാണുന്ന
കാണുന്നതേ ഞാൻ വിശ്വസിക്കൂ എന്നോ അതിനായി മാത്രമേ ഞാൻ യത്നിക്കുകയുള്ളൂ എന്നോ വാദിച്ചാൽ അത് എന്തൊരു മൂഢത്വമാണ്. അതുപോലെയാണ് മനുഷ്യൻ പരമാനന്ദ പ്രധാനമായ മോക്ഷത്തെ വിട്ട് ക്ഷണിക സുഖം നൽകുന്ന ധനത്തിനായി പാടുപെടുന്നത്. ധനവും അതുകൊണ്ട് നേടാവുന്ന എല്ലാം തന്നെയും ജ്ഞാനത്തിന് മുന്നിൽ ഒന്നുമാകുന്നില്ല. അതിനാൽ അർത്ഥമെന്നത് ജ്ഞാനം തന്നെയാണ്. എന്നിരുന്നാലും ദൈനംദിന ജീവിതത്തിന് അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നിടത്തോളമോ അത് കഴിഞ്ഞുള്ള ചടങ്ങുകൾ വരേക്കും ധനം ആവശ്യമെന്നതിനാൽ മനുഷ്യ ജീവിതത്തിൽ ധനം നിർണായക സ്വാധീനം ചെലുത്തുന്നു എന്നത് അനിഷേധ്യമായതിനാൽ ധനം നേടേണ്ടത് ആവശ്യം തന്നെയാണ്. അത് ജീവിതത്തിൻ്റെ ഒരംശമായി നിലനിൽക്കുന്നു. എന്നിരുന്നാലും ധനം സമ്പാദിക്കാനായി ഒരിക്കലും ധർമ്മ നിയമങ്ങളെ ലംഘിക്കാൻ പാടില്ല. ജ്ഞാനധനകാംക്ഷിക്കും ധർമ്മത്തെ മറികടക്കാനാവില്ലല്ലോ. കാമം എന്നത് ലൈംഗിക തൃഷ്ണയാണെന്ന് പൊതുവിൽ ഒരു ധാരണയുണ്ടെങ്കിലും അത് ഈശ്വരനിലേക്ക് സമർപ്പണ ഭാവത്തോടെ ഒന്നാവാനുള്ള കാമം അല്ലെങ്കിൽ പ്രതിപത്തിയാണ്. എങ്കിലും അതിൻ്റെ അർത്ഥം എത്രയോ കൂടുതലാണ്. മനുഷ്യന് ഈശ്വരനിലല്ലാതെ അതിനേക്കാൾ വലിയൊരു അഭിലാഷം ഉണ്ടാവില്ല. എന്നിരുന്നാലും ഇടയ്ക്കുള്ള സുഖഭോഗങ്ങളാകുന്ന ജീവിത തൃഷ്ണ മനുഷ്യർക്കിടയിലെ ഒരു പ്രധാന സ്വഭാവം തന്നെയാണ്. ധാർമ്മികമായ കാമത്തിൽ രണ്ടു തരത്തിലുള്ളതുണ്ട്. ഒന്ന് ഭൗതികം, മറ്റൊന്ന് ആത്മീയം. കാമം ഭൗതികവും ആത്മീയവുമായി ഈ ജീവിതത്തെ ആനന്ദപരമായി അനുഭവിക്കാനും അതിനപ്പുറമുള്ള പരമാനന്ദത്തിലേക്കുള്ള ഒരു മാർഗമായി ഭവിക്കുന്നു. ധർമ്മത്തിലധിഷ്ഠിതമായ കാമം എന്നത് ഉത്തമമായ കുടുംബജീവിതത്തിലൂടെ നേടുന്നതാണ്. അതിൻ്റെ പരിസമാപ്തിയാണ് ആത്മീയമായ കാമം എന്നത്. അത് സർവേശ്വരനിലേക്കുള്ള ഐക്യവും. ക്ഷണികമായ കാമം എന്നത് ഏറ്റവും അധമമായ സർവ്വസാധാരണമായ ഒരു വിഗത വികാരം മാത്രം. അതുകൊണ്ടാണ് അറിവില്ലാത്തവർ ഈ പദം യഥേഷ്ടം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ധർമാർത്ഥ കാമമോക്ഷങ്ങളിൽ പറയുന്ന കാമം സാധാരണ മനുഷ്യൻ്റെ മൃഗീയമായ കാമമല്ല. അത് ദൈവത്തിനോടുള്ള അടങ്ങാത്ത അഭിലാഷം മാത്രമാണ്. നികൃഷ്ട വികാരങ്ങളായ കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം എന്നിവയിൽ കാമമാണ് ഏറ്റവും ആപത്കരം. മനുഷ്യന് ദുഃഖങ്ങൾ നൽകുന്നത് പഞ്ചേന്ദ്രിയ സംബന്ധമായ നാനാതരത്തിലുള്ള വികാരങ്ങളാണ്. ആ വികാരങ്ങൾ മൂലമുണ്ടാകുന്ന കാമം എന്നത് ആർക്കും തന്നെ ഒരു സുഖവും നൽകുന്നില്ല. അത് മൃഗീയമായ ഒരു അനുഭൂതി പകരുന്നു എന്നത് നേരാണ്. എന്നാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങളാകട്ടെ മനുഷ്യനെ തീർത്തും അധപ്പതിപ്പിക്കുന്നു. കുടുംബജീവിതങ്ങളിൽ ഈ കാമം ഒരു ഭാഗമായിരുന്നാലും സദാചാരത്തിൻ്റെ ശ്രേഷ്ഠത കൊണ്ടാണ് മോക്ഷം എന്ന ലക്ഷ്യപ്രാപ്തിക്ക് കാരണമായി തീരുന്നത്. മൂന്നാമത്തെ പുരുഷാർത്ഥമായ കാമം ഉത്തമ മാർഗത്തിലേക്ക് തിരിച്ചുവിട്ടാൽ തീർച്ചയായും അത് ഏറ്റവും വലിയ നേട്ടവും ശാസ്ത്രരീതിയിൽ തന്നെയുള്ള അത്യുന്നതാവസ്ഥയിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യും. മനുഷ്യനായി ജനിച്ചതിന് ശേഷമാണ് നമുക്ക് എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായത്. ഇക്കാര്യം ആരും സമ്മതിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ജ്ഞാനികളായ പൂർവ്വസൂരികൾ പറഞ്ഞതുപോലെ സംസാരമെന്ന സാഗരത്തിൽ നാം വീണു പോയിരിക്കുന്നു. അങ്ങനെയെന്നാൽ അതിൻ്റേതായ പ്രയാസങ്ങൾ അതിജീവിക്കേണ്ടതായും വരും. മരണം വരെ ഈ പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കും. എന്നാലും ഇതിൽ നിന്നൊരു മോചനമാണ് നമുക്കാവശ്യം. ജീവിച്ചിരിക്കുമ്പോൾ ജീവിതം സുഖകരമോ ദുഃഖകരമോ ആയി തോന്നുന്നത് നാം ജീവിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ്. അതിനപ്പുറത്തുള്ള പരമാനന്ദപരമായ അനുഭവം നമുക്കിതേവരെ ലഭ്യമായിട്ടില്ല. ഒരു കുടിലിൽ കഴിയുന്ന മനുഷ്യന് ഒരു അരമനയുടെ സുഖമോ സൗഭാഗ്യമോ സങ്കല്പിക്കാൻ പോലും ആവില്ല. കുടിലിൽ നിന്ന് വിട്ടുപോകാൻ ആ വ്യക്തി കൂട്ടാക്കുകയുമില്ല. ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ്റെ അവസ്ഥ ഇതാണ്. ഇതിൽ നിന്നുള്ള മോചനമാണ് പരമപ്രധാനമെന്നതിനാൽ പുരുഷാർത്ഥങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ മോക്ഷം നേടാനാണ് നാം ശ്രമിക്കേണ്ടതെന്ന് പൂന്താനം പറയുന്നതോടൊപ്പം തന്നെ അതിനുള്ള വഴി കാണിക്കുന്നു. പുരുഷാർത്ഥത്തിലൂടെയുള്ള പ്രയാണമാണ് മാതൃകാപരമായ മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷണം. എന്നാൽ ഇന്നത്തെ അവസ്ഥ ഇതിൽ നിന്നും തീർത്തും വ്യത്യസ്ത ഗതിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മൃഗാവസ്ഥ തന്നെ. ഇക്കാര്യം അറിഞ്ഞ് നല്ല നിലയിൽ ജീവിക്കാൻ ശ്രമിക്കണം. ആ വഴിക്കാണ് കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത്. ചുരുക്കത്തിൽ നല്ല കർമ്മങ്ങൾ മാത്രമേ മനുഷ്യനാണെങ്കിൽ ചെയ്യാവൂ. അല്ലാത്ത കർമ്മത്തിൽ പ്രവേശിക്കുന്നവർ മനുഷ്യനല്ല, മോക്ഷവുമില്ല. ഇക്കാര്യം പ്രത്യേകം വേർതിരിച്ചറിയേണ്ടതാണ്. ഇതിൻ്റെ ബാക്കി ഭാഗം പിന്നീട് വായിക്കുന്നതായിരിക്കും. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.